ഏവർക്കും സുപ്രഭാതം. പൊതുവെ ഇലക്ഷൻ സമയത്ത് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും. എന്നാൽ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ആ പദം അധികം ഉപയോഗിക്കാറില്ല. മാത്രമല്ല, അങ്ങനെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആളുകൾ മിക്കവാറും പറയാറുണ്ട്, ഞങ്ങളൊക്കെയും സാധുക്കളല്ലയോ, ഞങ്ങളെയൊക്കെ ആര് അന്വേഷിച്ചു വരാനാ. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെയും വീർപ്പുമുട്ടലുകളിലൂടെയും ഒന്നുമില്ലായ്മകളിലൂടെയും കടന്നു പോകുന്ന ആളുകൾ അവർ പലപ്പോഴും പറയുന്നു, സാധുക്കളായി ഞങ്ങളെ ആർ തിരിഞ്ഞു നോക്കുവാനാണ്. ശരിയാണ്, പലപ്പോഴും അവരാണ് അവഗണിക്കപ്പെട്ടു പോകുന്നത്. ആരുമില്ലാത്തവരായി ആലംബഹീനരായിട്ട് തീരുന്ന അനേക ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു സാധുക്കളെ രക്ഷിക്കുവാനായി. വാസ്തവത്തിൽ ലോകത്തിലുള്ള സാധുക്കളോട് കരുണയും ദയയും കാണിപ്പാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്റെ മുമ്പിൽ വന്നിട്ടുള്ളവരൊക്കെയും സമൂഹം മാറ്റി നിർത്തിയവരായിരുന്നു. കുഷ്ഠരോഗികളാകട്ടെ, വിവിധമായ രോഗങ്ങൾ ബാധിച്ചവരായിക്കൊള്ളട്ടെ, അങ്ങനെ സമൂഹം മാറ്റി നിർത്തിയ, മതം മാറ്റി നിർത്തിയ ആളുകളെ മാറോട് ചേർത്ത ദിവ്യമായ ഒരു സ്നേഹമുണ്ട്. സാധുവിനോട് കരുണ തോന്നുന്ന സ്നേഹം, അതാണ് ദൈവസ്നേഹം. ആ സ്നേഹം ഇന്ന് രാവിലെ നിങ്ങളെ തേടിയെത്തുന്ന സ്നേഹമാ, നിങ്ങളെ തലോടുന്ന സ്നേഹമാ. ദൈവം നിങ്ങളെ സഹായിക്കും.